കാറിൽ ബെറ്റർ സിറ്റുവേഷൻ അവയർനെസ് ഉണ്ട്. നമ്മൾ ടൂ വീലറിൽ പോണേക്കാളി അത് മെയിൻ പ്രധാന കാരണം സെൻറ്റർ മിററാണ്. കാറിൽ സെൻറ്റർ മിറർ ഉള്ളതുകൊണ്ട് ഒരു 180 ഡിഗ്രി അവിടെ കവറുണ്ടാവും. അങ്ങനെ പിന്നെ രണ്ട് സൈഡിലുള്ളത് 290 ഡിഗ്രി, അപ്പോൾ 360 ഡിഗ്രി വ്യൂ കാറിന് കിട്ടും. എന്നാൽ ടൂ വീലറിൽ 360 കിട്ടില്ല, ഒരു 180 ഡിഗ്രി വ്യൂ കിട്ടുള്ളൂ. സിറ്റുവേഷൻ അവയർനെസ് കാറിലെ കൂടുതൽ ടൂ വീലറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. തിരക്കായിരിക്കും, തിങ്കളാഴ്ചയല്ലേ. സൺഡേസ് പൊതുവെ ട്രാഫിക് കൂടുതലായിരിക്കും. Curry powder, morning number one. ടൂവീലറുകാർ പൊതുവെ ഇവിടെ വരുമ്പോഴും ഒരു സ്പീഡ് കുറച്ച് പോകില്ല. ജംഗ്ഷനിൽ തിരക്കുള്ള സ്ഥലങ്ങളിൽ വന്നാൽ 10,000 വിജയികളുമായി ഈ ഓണം ഫുൾ ഓണാക്കാൻ പിട്ടാപ്പിള്ളിൽ ഓൺ ആഘോഷം. ഡിസ്കൗണ്ട്സ്, ക്യാഷ് ബാക്ക്, EMI, എക്സ്ചേഞ്ച് ഓഫേഴ്സ്, കോംബോ ഓഫേഴ്സ്, അഡീഷണൽ വാറന്റി. ഇവിടെ ഓഫേഴ്സ് എല്ലാം ഫുൾ ഓൺ. പിട്ടാപ്പിള്ളി ഏജൻസീസ്. നമ്മുടെ ഹൃദയം നമുക്ക് അത്ര പ്രിയപ്പെട്ടതാണ്. അത് സുരക്ഷിതമായി സൂക്ഷിക്കാൻ നമ്മൾ തിരയുന്നതാണ് സെന്റ് ജോസഫ്. എത്ര മണിക്കാണ് നമ്മുടെ എക്സാം നടക്കുന്നത്? ചികിത്സയും വിദഗ്ധ ഡോക്ടർമാരുടെ ശ്രദ്ധയും നിങ്ങളുടെ ഹൃദയം ഞാൻ വരുന്നത് 11:30 അല്ലേ? 11:40. ഓണത്തിന് മഹാബലി തമ്പുരാനെ പോലെ ബലേനോയിൽ പോകൂ. മാർക്കറ്റിലേക്ക് പോകാൻ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വഴി കാണിക്കും. അവൻ കണ്ടില്ലേ, ഒരു മയമില്ലാണ്ട കൊല്ലം റോഡിലേക്ക് ഇറങ്ങണ. അവനൊക്കെ ആരാ ഡ്രൈവിംഗ് പഠിപ്പിച്ചേ? ഹെവി ഡ്രൈവിംഗ് പഠിപ്പിച്ചവനെ വെടി വെച്ച് മടങ്ങുമ്പോൾ സ്മാർട്ട് പ്ലേ പ്രോയിലൂടെ ഓണപ്പാട്ടുകളും കേൾക്കാം. അവൻ ഇറക്കണണ്ടില്ല പ്രൈവറ്റ് ബസ്സുകാരൻ. അവിടെ ഒരു ട്രാഫിക് ഉണ്ടോ, റോഡുണ്ടോ, മെയിൻ റോഡിലേക്കാണ് ഇറക്കണേ. ചുമ്മാ കയറ്റിക്കൊണ്ട് വരിക. ആരെങ്കിലും ബ്രേക്ക് ഔട്ട് ചെയ്യില്ലെങ്കിൽ മറ്റവൻ ബ്രേക്ക് വെട്ടിക്കഴിഞ്ഞാൽ റോഡിൽ കൂടെ പോകണം, ബ്രേക്ക് വെട്ടിക്കഴിഞ്ഞാൽ ആക്സിഡന്റ് ഉണ്ടാവും. ആ രീതിയിലാണ് ഇവൻ്റെ ഒക്കെ ഡ്രൈവിംഗ് പ്രൈവറ്റ് ബസ്സുകാരൻ. കേരളത്തിൽ ഡ്രൈവ് ചെയ്യാൻ അറിയില്ലാത്ത ഒരു കൂട്ടരാണ് പ്രൈവറ്റ് ബസ്സുകാർ. റോഡ് മാനേജർ, റോഡ് ഡ്രൈവിംഗ് അറിയില്ലാത്ത ഒരേ ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് ഈ പ്രൈവറ്റ് ബസ്സുകാരാണ്. ഇത് ചൈതന്യം, ഇവൻ സ്ഥിരം കൊട്ടേഷൻ എടുത്തേക്കണ പാർട്ടി വണ്ടിക്ക് ബ്ലോക്ക് ചെയ്യാൻ. ആനുവൽ കൊട്ടേഷൻ. ഇനി ആനുവൽ കൊട്ടേഷൻ കഴിയുമ്പോൾ അറിയാമോ മാറി തരുമോ. LIC-യിലേക്ക് താങ്കൾക്ക് സ്വാഗതം. അടുത്തുള്ള LIC ശാഖയുമായി ബന്ധപ്പെടൂ. അജ്മൽ ഡിസ്പ്ലേയിൽ 20 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി നല്ലൊരു പൊന്നോണം ഓഫർ. സമ്മാനമായി 700 പവൻ സ്വർണ്ണം. ഒപ്പം സ്ക്രാച്ച് സീനിലൂടെ സ്വന്തമാക്കാം 200 റെഫ്രിജറേറ്ററുകൾ, 200 വാഷിംഗ് മെഷീനുകൾ, 200 ടിവികൾ, 500 മിക്സികൾ, കൂടാതെ 20,000 വരെ ഉപകരണങ്ങളും. അജ്മൽ ബിസ്മി, your perfect shopping partner. ചരിത്രത്തിന്റെ താളുകളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ ഇവിടെയാണ്. ഈ സ്ഥലമാണ് ചരിത്രത്തിന്റെയും പാരമ്പര്യത്തിന്റെയും കിരീടം ധരിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയുടെ തെരുവുകൾ മന്ത്രിക്കുന്നു. കടന്നുവരൂ യാത്രികരെ. ഇത്രയധികം സ്നേഹവും ഭക്തിയും ഒത്തുചേരുന്ന ഒരു സ്ഥലം എവിടെ
പബ്ലിക്കലി എവിടെയെങ്കിലും ഇടാൻ പാടില്ല. നമ്മൾ വന്നവരെ അവൻ നോക്കി നിന്നുണ്ടോ, അത് കഴിഞ്ഞിട്ട് അവൻ എടുത്ത് നമ്മൾ നോക്കിയിട്ട് ഓടി. ഇത് ഇവൻ്റെ സ്ഥിരം പരിപാടി ഇതാണ്. അവൻ അതിന് ആനുവൽ കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കും, നമ്മൾ വന്നത് നോക്കി. നമ്മൾ വന്ന കറക്റ്റ് സമയത്ത് ഫ്രണ്ടിലേക്ക് എടുക്കും. ഇവനേതാണ്ട് ഈ ചൈതന്യ ബസ് അവൻ സ്ഥിരം കൊട്ടേഷനാണ്. ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ 2 ഉപഭോക്തൃ സേവന ദിനമായും തുടർന്നുള്ള ഒരാഴ്ചക്കാലം ഉപഭോക്തൃ സേവന വാരമായും ആചരിക്കും. ഉപഭോക്തൃ സംഗമം, വൈദ്യുതി സുരക്ഷാ ക്ലാസുകൾ, ഒരുത്തിനും അവൻ വഴിയും കൊടുക്കൂല. അവൻ വെച്ചിട്ട് അവന് ഒതുക്കി വിളിക്കാൻ പറ്റില്ല, അവൻ ചെയ്യില്ല. അവൻ റോഡിന്റെ നടുവിൽ നിന്ന് ആളെ കയറ്റാൻ പറ്റിയില്ല, കയറ്റിക്കൊണ്ടുപോകും, ആക്കുകയും ചെയ്യും. അതായത് എല്ലാ പ്രൈവറ്റ് ബസ്സിന്റെ കീഴിൽ 1 കിലോമീറ്റർ നീളമുള്ള നോക്കുക. വിദേശ രാജ്യങ്ങളിലൊക്കെ ബ്ലോക്കിംഗ് ദ ട്രാഫിക് ഭയങ്കര ഫൈനാണ്. മറ്റേ ഫൈനൊക്കെ 2000 രൂപയാണെങ്കിൽ ബ്ലോക്കിംഗ് ദ ട്രാഫിക്കിന് 20,000 രൂപ ഫൈൻ വിദേശ രാജ്യങ്ങൾ. കാരണം അത്രയും ആളുകളുടെ ഫ്യൂവൽ വേസ്റ്റ് ചെയ്യുകയാണ്. അപ്പം ബ്ലോക്കിംഗ് ദ ട്രാഫിക് എന്ന് പറഞ്ഞാൽ അവന് വിദേശത്തൊക്കെ ഉണ്ടല്ലോ, അവിടെ ബ്ലോക്കിംഗ് ദ ട്രാഫിക്കിന് ഭയങ്കര ഫൈനാണ്. നോർമൽ ട്രാഫിക് നിയമത്തിന് 1000 രൂപ ഫൈനെങ്കിൽ മറ്റേതിന് 10,000 രൂപയായിരിക്കും ഫൈൻ. 10 ഇരട്ടി ഫൈനാണ് ബ്ലോക്കിംഗ് ദ ട്രാഫിക്കിന്. ക്വാളിറ്റി ഫിഷ് മസാല, എന്താ മീനിന്റെ രുചി. ക്വാളിറ്റിയാണ്, വിശ്വസിക്കാം. മുൻകൂറായിട്ട് അംഗീകാരം ലഭിച്ചാണ് ഇത് വൈറ്റ് ലിസ്റ്റഡ് ആയിട്ടുള്ള ലിങ്കുകളാണെങ്കിൽ കാരണം ഗവൺമെന്റ് വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഡീസലും പെട്രോളും ചുമ്മാ അനാവശ്യം കത്തിച്ച് കളയാണ് ഈ ട്രാഫിക് ബ്ലോക്ക് ചെയ്യുന്നവരാണ്. അതായത് എക്സ്പോർട്ട് ചെയ്ത് വരുന്ന പെട്രോളും ഡീസലും ചുമ്മാ അനാവശ്യമായിട്ടാണ്. അതുകൊണ്ട് അതിന് ഏറ്റവും കൂടുതൽ ഫൈൻ അതിനാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ. റെസ്ട്രിക്റ്റിംഗ് അല്ലെങ്കിൽ ബ്ലോക്കിംഗ് ദ ട്രാഫിക്കിനാണ്. ഇവിടെ അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഇതിനെയാണ് വൈറ്റ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. DLT പ്ലാറ്റ്ഫോമിൽ നൽകിയിട്ടില്ലാത്ത ലിങ്കുകൾ ഉൾപ്പെട്ട SMS-കളാണ് എന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ആകും. സത്യത്തിൽ ഈ തട്ടിപ്പ് സംഘങ്ങൾ വളരെ ഫിഷി ആയിട്ടുള്ള ലിങ്കുകളൊക്കെ ആണല്ലോ അയക്കുന്നത്. അപ്പൊ അത് തടയുക എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. പലപ്പോഴും ഇങ്ങനെയുള്ള ലിങ്കുകൾ വരുന്നു, നമ്മളൊരു പക്ഷേ ഏതെങ്കിലും ബാങ്ക്സിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ വിശ്വസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളുടെയോ ഒക്കെ ആണ് എന്നുള്ളത് കരുതിയിട്ടൊക്കെ SMS വഴി വന്നതാണല്ലോ എന്ന് കരുതി ക്ലിക്ക് ചെയ്യുന്നു. പിന്നീടാണ് നമുക്ക് പലപ്പോഴും അബദ്ധങ്ങളൊക്കെ സംഭവിക്കാറുള്ളത്. അതൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് നടക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. 3000-ഓളം സ്ഥാപനങ്ങൾ 70,000-ലധികം ലിങ്കുകൾ ഇതിനകം വൈറ്റ് ലിസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് അറിയിക്കുന്നത്. ഒക്ടോബർ 1 മുമ്പായിട്ട് അപ്ലോഡ് ചെയ്യാത്ത ലിങ്കുകൾ SMS ആയിട്ട്